ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് ടിപ്സ് നോക്കാം. അതിലാദ്യം തുളസി, ഏത് തുളസി ആയാലും കുഴപ്പമില്ല. തുളസി ഇങ്ങനെ വെള്ളത്തിലിട്ട് രാത്രി വെക്കുക, കുടിക്കുന്ന വെള്ളത്തിൽ. അതല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കുക, വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും എടുത്തിട്ട് നമ്മൾ വായനാറ്റം ഉണ്ടെങ്കിൽ വായിൽ കവിൾ കൊള്ളുക. ഡെയിലി കാലത്ത് ഇത് ബ്രഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ വായനാറ്റം പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഇനി നമ്മളുടെ ഇപ്പോൾ ചൂട് കാലാവസ്ഥയിലേക്ക് വന്ന് അപ്പം നമ്മളുടെ തുട ഒരിഞ്ഞ് പൊട്ടുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ തുട ഒരിഞ്ഞ് പൊട്ടാതിരിക്കാനായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കുളിച്ചതിന് ശേഷം ആ നനവോടുകൂടി തന്നെ രണ്ട് തുടകളിലും പാം ഓയിൽ പതിയെ തേച്ച് കൊടുക്കുക. അപ്പോൾ പാം ഓയിൽ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഇതിൽ തൊടരുത്. വെളിച്ചെണ്ണ തൊട്ട് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയുള്ളൂ. അപ്പോൾ പാം ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പപ്പടം കൂടുതലായി വാങ്ങി സൂക്ഷിക്കുന്നവർക്ക് ഈ രീതിയിൽ എയർ ടൈറ്റ് കണ്ടെയ്നറുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിയില ആ ബോക്സിലേക്ക് ഇട്ടേക്കുക. ട്രേയിൽ ഏറ്റവും അടിയില അതിലേക്ക് ഇട്ടേക്കുക. ആവശ്യ സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടിരിക്കും, ഉണങ്ങിയൊന്നും പോകില്ല. പിന്നെ കുക്കർ കഴുകി മാറ്റുമ്പോഴേക്കും അതിൻ്റെ ഗ്യാസ്കറ്റ് ഊരിയെടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചേക്കുക. ആവശ്യത്തിന് മാത്രം പുറത്തെടുത്ത് ഉപയോഗിക്കുക. ഇത് പെട്ടെന്ന് തന്നെ ക്രാക്ക് വരാതെയൊക്കെ ഒത്തിരി നാൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചെമ്പ് പാത്രങ്ങൾ, അതുപോലെ ചെമ്പിൻ്റെ വല്ല സ്റ്റാച്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പ് പൊടിയിൽ ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് ഉരച്ച് കഴുകിയാൽ മതി. വാളംപുളി കൊണ്ടും കഴുകുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഇത് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഒരു കാര്യമാണ്. ഈ ടിപ്സൊക്കെ എനിക്ക് തന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. ഇതിലെ ഭൂരിഭാഗം ടിപ്സും ആ സബ്സ്ക്രൈബർ തന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉരച്ച് കഴിയണമെങ്കിൽ പെട്ടെന്ന്. ഇതിപ്പോൾ ഞാൻ നാരങ്ങ തൊലിയാണ്, നാരങ്ങ നീരും കൂടി എടുത്തില്ല, എന്നിട്ടും കൂടി ഇത്രയും പോയി. പിന്നെ നമ്മൾ പാത്രം കഴുകി വെക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു കട്ടിയുള്ള തുണിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നനവ് അവിടെ ഉണ്ടാവില്ല. പിന്നീട് നമ്മൾ കുറച്ച് നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്നങ്ങോട്ട് എടുത്തിട്ട് അത് കഴുകി ഉണക്കിയെടുത്ത് രണ്ടാമതിടാം. പിന്നെ പെട്ടെന്ന് തന്നെ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈന്തപ്പഴം പൊടിയായി അരിഞ്ഞിട്ട് ഒരു ചില്ലുകുപ്പിയിടകത്ത് തേനുമായിട്ട് കുതിർത്തി അതിനകത്ത് വെക്കുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓരോ സ്പൂൺ വീതം രാവിലെ കഴിക്കുക. അപ്പോൾ വണ്ണം വെക്കാൻ ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അങ്ങനെയാണ് ഞാനിത് ഇട്ടത്. പിന്നെ വാസ്ലിൻ നമ്മളുടെ ഡൈ ചെയ്യുന്നവർക്കുള്ള ഒരു കാര്യമാണിത്. ഡൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ നെറ്റിയിലൊക്കെ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വാസ്ലിൻ ആദ്യം തേച്ച് കൊടുക്കുക, അതിനുശേഷം മാത്രം ഡൈ ചെയ്യുക. അപ്പോൾ ഡൈ പടർന്നു കഴിഞ്ഞാലും ഈ വാസ്ലിൻ അങ്ങോട്ട് തുടച്ച് കഴിയുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഡൈയും പോയിക്കോളും. ഒരു പാടും നമ്മുടെ സ്കിന്നിലൊന്നും ഉണ്ടാവില്ല. പിന്നെ വാസ്ലിൻ കൊണ്ട് തന്നെ അടുത്തൊരു ടിപ്പാണ്, വാസ്ലിനും പച്ചക്കർപ്പൂരം പൊടിച്ചെടുത്താൽ മതി. അതും കൂടി മിക്സ് ചെയ്തിട്ട് വിണ്ട് കീറണ ഉപ്പൂറ്റിമേൽ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അത് ആശ്വാസവും. പച്ചക്കർപ്പൂരം പൊടിച്ചതും വാസ്ലിനും കൂടി മിക്സ് ചെയ്തിട്ട്. അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവുള്ളവർക്ക് ഈ വെറ്റില ഇടക്കൊക്കെ ഒന്ന് ചുണ്ണാമ്പ് തേച്ചിട്ട് ഇടക്ക് ഒന്ന് ചവച്ചിറക്കി കഴിഞ്ഞാൽ നമ്മുടെ കർണന്മാരൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമല്ലേ. അപ്പം നമ്മൾക്കത് ആ ഒരു കാൽസ്യത്തിൻ്റെ അഭാവം കുറക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊക്കെ നമ്മൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചൊക്കെ ഇടക്ക് അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യമൊക്കെ റെഡിയാവും. അതുപോലെ ശർക്കര ഉച്ചഭക്ഷണത്തിന് ശേഷം ശർക്കരയുടെ ഒരു കഷ്ണം വെറുതെ എടുത്തിട്ട് കഴിക്കുക. അത് നമ്മളുടെ നല്ല ദഹനത്തിനും അതുപോലെ തന്നെ ഇത് കുറച്ച് അയൺ കിട്ടാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം ശർക്കര കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചായ കുടിക്കുമ്പോഴേക്കും നാവ് പെട്ടെന്ന് പൊള്ളൂലേ. അപ്പോൾ അത് നമ്മൾ അത്രയും ചൂടുണ്ടെന്ന് അറിയാൻ പാടില്ലാതായിരിക്കുള്ളൂ മിക്കവാറും അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കഷ്ണം ഐസ് എടുത്തിട്ട് നാവിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങനെ പതിയെ ഒന്ന് തടയി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആശ്വാസവും. പിന്നെ വെളിച്ചെണ്ണയും കായപ്പൊടിയും കൂടി മിക്സ് ചെയ്ത്, വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൻ്റെ സ്റ്റിക്കറിലെന്നേ വെളിച്ചെണ്ണയും കായപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കാത് കുത്തി വരുന്ന കാത് മാത്രമല്ല ഏതാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ മുക്കുത്തി അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പുരട്ടി കൊടുക്കുക. വേദനയോ പഴുപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ
കായപ്പൊടി വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട്. ഇനി നമ്മൾ മധുരം ഇട്ടുണ്ടാക്കുന്ന ഏതൊരു പലഹാരങ്ങൾക്കും മധുരത്തിൻ്റെ ആ ഒരു രുചി കൂട്ടാൻ വേണ്ടിയിട്ടും വെള്ളം ചുവക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു വെള്ളം, അല്ലെങ്കിൽ വെള്ളം ചുവക്കണം എന്ന് പറയും, വെള്ളം ചുവ പോലെ തോന്നണല്ലാന്ന് പറയും. അപ്പോൾ പായസത്തിനൊക്കെ ഇത് മസ്റ്റാണ്. ഇത്തിരി ഉപ്പിട്ടില്ലെങ്കിൽ ആ ഒരു മധുരത്തിന് ഒരു വെള്ളത്തിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നവരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഭൂരിഭാഗം ആളുകൾക്ക് അറിയാം, എങ്കിലും പുതിയ കുട്ടികൾക്കൊന്നും ഇത് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും ഇടുന്നത്. പിന്നെ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴേക്കും നമ്മളുടെ കൈ ചെറിയ രീതിയിൽ പൊള്ളൂലേ. അപ്പം ഈ പൊള്ളണതിന് നമ്മൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, കോൾഗേറ്റിൻ്റെ എന്നല്ല ഏതൊരു കമ്പനിയുടെ ആയാലും പേസ്റ്റ്, ടൂത്ത് പേസ്റ്റ് തേച്ച് കൊടുക്കുന്നതിനുള്ളൂ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ തേനീച്ച, കടന്നലി, തേൾ, ഇങ്ങനെയുള്ള വേദന കൂടിയ സാധനങ്ങളൊക്കെ നമുക്ക് കുത്തുകൊണ്ട് ഭയങ്കര വേദന ഉണ്ടാവില്ലേ, അതിലൊക്കെ അപ്പം തന്നെ പേസ്റ്റ് തേച്ച് കഴിഞ്ഞാൽ വേദന അപ്പം തന്നെ ശമിക്കും. അപ്പോൾ പൊള്ളുന്നതിനും ഈ കുത്ത് കൊള്ളണതിനുമൊക്കെ ഇത് ബെസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുതേ. താങ്ക് യു.